ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത അതിൻ്റെ റിസൾട്ടും ഞാൻ തന്നെ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കേൾക്കാറുണ്ടല്ലേ ഗ്രേ മാരേജ് എന്നുള്ളത്. അപ്പോൾ വാട്ട് ഈസ് ഗ്രേ മാരേജ്? അതെന്താണ് ഇപ്പോൾ ന്യൂലി എല്ലാവരും പറയുന്നത്? ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കൺട്രി സൈഡിലൊക്കെ എനിക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ അറിയാം. ഞാൻ പോയി അവരോടൊപ്പം ഒക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ അവർക്ക് ഗ്രേ മാരേജ് എന്താണെന്നറിയില്ല, പക്ഷേ ഈ സംഭവം എന്താണെന്നറിയും. അങ്ങനെ ഞാൻ അവരോടൊപ്പം കുറച്ച് നേരം ചിലവഴിച്ചുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഒരുപാട് കാര്യം അവർക്ക് എനിക്ക് പറഞ്ഞു തരാനും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാനിത് നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇൻഫർമേഷൻ ഞാൻ പറയും, ബട്ട് നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും പുറത്ത് പറയില്ലെന്ന് ഞാൻ ഓൾറെഡി അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ തയ്യാറായി എനിക്കൊപ്പം ഷെയർ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. ഈ കാര്യത്തോട്ട് കിടക്കട്ടെ. ഗ്രേ മാരേജ് അല്ലേ? വാട്ട് ഈസ് ഗ്രേ മാരേജ്? ഗ്രേ മാരേജ് എന്താണ്? അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് കാലത്തൊരു 10, 40, 50 വർഷത്തിന് മുമ്പൊക്കെ കല്യാണം കഴിച്ചു വിടുന്നത് ഒരിക്കലും പെൺകുട്ടിയുടെ താല്പര്യത്തിനല്ല അല്ലേ. വീട്ടുകാർ നിർബന്ധിച്ച് പെൺകുട്ടിയെ ഒരു പയ്യന് കല്യാണം കഴിച്ചു കൊടുക്കും. അവർക്ക് തോന്നും അതാണ് ശരി, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ പെണ്ണിൻ്റെ അഭിപ്രായം ഒന്നും ചോദിക്കാതെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കും അല്ലേ. അന്ന് അവർ പ്രായം നോക്കാറില്ല, വിദ്യാഭ്യാസം നോക്കാറില്ല, സാമ്പത്തികം നോക്കാറില്ല, അവർക്ക് തോന്നുന്നതാണ് കണക്ക്. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഇല്ല, പുരുഷന്മാർക്ക് മാത്രമായിരിക്കും വരുമാനം ഉണ്ടാവുക. അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിലോ തന്നെ അവർ ഒറ്റയ്ക്ക് താമസിക്കുകയും അവരുടെ കുട്ടികളൊപ്പം കാലഘട്ടങ്ങൾ കഴിക്കുകയും ചെയ്യും. ഭർത്താവ് ചിലപ്പോൾ പലതരത്തിലുള്ള പീഡനങ്ങൾ കൊടുത്താലും ഈ ഭാര്യ സഹിക്കുകയും ചെയ്യും അല്ലേ. സഹിക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവളുടെ സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു ചെന്നാൽ നാണക്കേടാണ്, പിന്നെ സാമ്പത്തികം ഇല്ല, പിന്നെ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് ആരും തന്നെ ഒന്നിനും മുതിരാതെ ഇതെല്ലാം സഹിക്കുന്നത്. പിന്നെ അന്നത്തെ തലമുറയിലെ ആൾക്കാർ പറയും സ്ത്രീയാണ്, അവൾ ഭൂമിയോളം ക്ഷമിക്കണം, സഹിക്കണം എന്നൊക്കെ പറഞ്ഞാണ് വീട്ടിൽ നിന്നേ പറഞ്ഞു വിടുന്നത്. അപ്പോൾ എല്ലാവരും എന്താ ധരിക്കും, അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ശരിയാണ്, നമ്മൾ കുറച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്തേ ജീവിക്കാൻ പറ്റും. ബട്ട് നമ്മളുടെ എൻറ്റയർ ലൈഫ് ഒരാളിൻ്റെ അടിമയായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ലൈഫാണ്. കാര്യം ചില പുരുഷന്മാർ തന്നെ ഒരു എമ്പതിയോ സിമ്പതിയോ ലവോ കെയറിങ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരെ കുറിച്ച് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് മർദ്ദനങ്ങൾ കിട്ടും, വളരെ രൂക്ഷമായിട്ട് പെരുമാറുക, ജസ്റ്റ് ഒരു അടിമയാക്കി വീട്ടിലിട്ടേക്കുക, ഒരു ജോലിക്കാരിയുടെ സ്ഥാനം പോലും കൊടുക്കാതിരിക്കുക, പിന്നെ ഹരാസ് ചെയ്യുക, ഉപദ്രവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. ഇത് പുരുഷൻ്റെ ഇടയിലും സ്ത്രീയുടെ ഇടയിലും ഉണ്ട്. ഞാൻ സ്ത്രീകളെ മാത്രം പറയുന്നില്ല, പുരുഷന്മാരെ മാത്രവും പറയുന്നില്ല, പക്ഷെ ഞാൻ സ്ത്രീകളുടെ അടുത്താണ് സംസാരിച്ചത്. അപ്പോൾ അവരെല്ലാം തന്നെ ഈ കാര്യങ്ങൾ സെയിം കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ഒരു ഡിവോഴ്സിന് തയ്യാറാകാത്തതെന്ന് ചോദിച്ചു. എല്ലാവർക്കും പറയാനുള്ള ഒരു ഉത്തരം ഇതായിരുന്നു, സാമ്പത്തികമില്ല, വീട്ടുകാരെന്ത് പറയും, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല, ഉള്ളതെല്ലാം ഹസ്ബൻഡ് കൊണ്ടുപോയി അത് നശിപ്പിച്ചു, ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്കായിട്ടില്ല, വീട്ടിലതൊരു നാണക്കേടാവും കാണ് എന്നുള്ള രീതിയിലാണ് ഞാനൊരു 5 സ്ത്രീകളുമായിട്ട് സംസാരിച്ചു. ഇവർ 5 പേരും പറഞ്ഞത് സെയിം റീസണാണ് കേട്ടോ, സെയിം കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ചിലർക്ക് ഹസ്ബൻഡ് ഉണ്ട്. ഈ 5 സ്ത്രീകളിൽ ഒരാളുടെ ഹസ്ബൻഡ് മാത്രമേ മരിച്ചു പോയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ 44 വർഷം അവരെ ഹസ്ബൻഡോടൊപ്പം താമസിച്ചു. അത്രയും വർഷം വളരെ ദുരന്തമായിരുന്നു അവരുടെ ജീവിതം. പക്ഷേ അദ്ദേഹത്തിന് ഡിവോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ ശബ്ദമുയർത്തുവാനോ അവർ തയ്യാറായിട്ടില്ല. ഇവരെ കുട്ടികൾ എപ്പോഴും അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് വരുമായിരുന്നു. അവരെ ഉപദ്രവിക്കുമ്പോഴും അവരുടെ ആഭരണങ്ങൾ വിറ്റ് നശിപ്പിക്കുമ്പോഴും അവർക്ക് ചിലവിന് കൊടുക്കാതിരിക്കുകയും അവരെ ഹരാസ് ചെയ്യുമ്പോഴെല്ലാം ഇവരെ മക്കളെല്ലാവരും രക്ഷയ്ക്കെത്തുമായിരുന്നു. അങ്ങനെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഈ ഇടക്കാലത്ത് അദ്ദേഹം മരിച്ചുപോയി.
അപ്പം മരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഇപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് നിയർലി 2 ഇയേഴ്സായി. അവർ ഇത്രയും വർഷം അനുഭവിച്ചേ കാട്ടിയും അവർ നല്ല സ്വസ്ഥവും ശാന്തവുമായ ഒരു ജീവിതം അനുഭവിക്കുന്നു ഇപ്പോൾ എന്ന്. കാര്യം ഇപ്പോൾ അവർക്ക് ബാധ്യതയില്ല, അവരെ സ്വന്തം കാര്യം നോക്കിയാൽ മതി, അടിയും തൊഴിയും ഇല്ല, ആരുടെയും അടിമയല്ല, അവർക്കിഷ്ടം പോലെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇപ്പോഴും നമുക്ക് തുണ ആവശ്യമാണെന്നുള്ള ചിന്തയും ബാഡാണല്ലേ. ഒരുപോലെ നമ്മൾ മറ്റുള്ളവരുടെ കീഴിൽ ജീവിക്കുക എന്ന് പറയുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഒരു സ്ത്രീക്ക് ഒരു കേപ്പബിലിറ്റി ഉണ്ടാകണം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള തൻ്റെ ഇടവും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അധ്വാനിക്കാനും സമ്പാദിക്കാനും ഒക്കെ സ്ത്രീകൾ മുന്നോട്ട് തന്നെ വരണേ ഇനിയുള്ള കാലഘട്ടം. അപ്പോൾ ബാക്കി 4 പേരുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് 4 പേർക്കും വിവാഹമോചനത്തിന് അവർ തയ്യാറാണ്. ഇഷ്യൂസ് എല്ലാം സെയിമാണ് എല്ലാവർക്കും കേട്ടോ. കാര്യം ധൈര്യമില്ലായ്മ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ചെയ്യാത്തവരായിരുന്നു കൂടുതൽ പേരും. അപ്പോൾ ഇവരെല്ലാവരും അനുഭവിച്ചത് സെയിം കാര്യമാണ്. ഇപ്പോൾ ഈ 4 പേർക്കും ഇഷ്ടം വിവാഹമോചനം ചെയ്യാനാണ്. അവരോടൊപ്പം ഞാനിരുന്ന് മണിക്കൂറുകളോളം സംസാരിച്ചു ഇതിനെക്കുറിച്ച്. സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവരും പറയുന്ന ഒരേ കാര്യമാണ്, ഈ പീഡനം ഞാൻ ഇനി മരണം വരെ സഹിക്കണോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ സഹിക്കണോ? കാര്യം ഇവരെല്ലാവരും 60 വയസ്സിന് മേൽ പ്രായമുള്ള സ്ത്രീകളാണെന്ന് ഓർക്കുക, ഗ്രാൻഡ് മദേഴ്സും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് ഒരിക്കലേ ഉള്ളൂ അല്ലേ, ഒരു ലൈഫേ ഉള്ളൂ. നമ്മൾ ആരുടെയും പീഡനം സഹിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ലൈഫ് ഏത് പ്രായത്തിലും എൻജോയ് ചെയ്യാനുള്ളതാണ്. എൻജോയ്മെൻ്റ് എന്ന് ഞാൻ പറയുന്ന മാനസിക ഉല്ലാസം, സന്തോഷം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സന്തോഷം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അടിയുറ വയ്ക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം കൂടി നമ്മൾ ഓർക്കണ്ടയോ? ആ സ്ത്രീകൾ അല്ലെങ്കിൽ ആ അമ്മമാർ 4 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, എങ്ങനെയെങ്കിലും നമുക്ക് ഡിവോഴ്സ് കിട്ടിയാൽ നമ്മൾ തയ്യാറാണ്, എങ്ങനെയെങ്കിലും ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. ആരെ സമീപിക്കണം, ആരോട് പറയണം എന്നവർക്കറിയില്ല. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ, സ്ത്രീകളും പുരുഷന്മാരും ഇതേ അവസ്ഥയിലെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റോടെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോടൊപ്പം 25 വർഷത്തിന് മേൽ ജീവിച്ച് 40-45 വർഷം ആയവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർ സഹിച്ചാണ് ജീവിച്ചത്, അവരുടെ സാഹചര്യം കൊണ്ടാണ് അവരങ്ങനെ ജീവിക്കേണ്ടി വന്നത്. അവർക്കും ഒരു ലൈഫില്ലേ ചോദിക്കുന്നുണ്ട്, അവർ തന്നെ ഒരു സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, എങ്ങും പോയിട്ടില്ല, ടൂറ് പോയിട്ടില്ല, ഒരു ഡിന്നറിന് പോയിട്ടില്ല, ഒരു സിനിമയ്ക്ക് പോയിട്ടില്ല. എന്നും എപ്പോഴും ഒരു സ്ലേവിനെ പോലെ വീട്ടു ജോലികൾ മാത്രം ചെയ്ത് ഹസ്ബൻഡിൻ്റെയും കുടുംബാംഗങ്ങളെ നോക്കി അവർ ജീവിതം തള്ളി നീക്കുന്നു. ഇതാണോ ലൈഫ്? അടിമകളാണോ ആ സ്ത്രീകൾ? നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കൂ. എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൂടി ഉത്തരം പറയൂ. അങ്ങനെ ജീവിക്കേണ്ടവരാണോ എല്ലാ അമ്മമാരും ഇന്ത്യയിലെ? അല്ലല്ലയോ? എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ, എല്ലാവരും നല്ലതായിട്ട് ജീവിക്കണം അല്ലയോ? നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർക്കൊപ്പം ഒന്ന് സംസാരിച്ച് നോക്കൂ, അവരെന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കും. ഗ്രേ ലൈഫ് അല്ലെങ്കിൽ ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗ്രേ ആവുമല്ലോ, മുടി നരയ്ക്കുമല്ലോ, അതിനാണല്ലോ നമ്മൾ കൂടുതലും ഉദ്ദേശിക്കുന്നത് ഗ്രേ എന്ന്. അപ്പോൾ നരച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനമാണ് കേട്ടോ നമ്മൾ ഗ്രേ ലൈഫും ഗ്രേ ഡിവോഴ്സും ഒക്കെ. അപ്പോൾ ചില ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് വർഷം ഹസ്ബൻഡും വൈഫും ഒരു സ്നേഹമില്ലായ്മയായിരിക്കും, ത്തോടുകൂടിയായിരിക്കും ജീവിക്കുക. അവർ ഒരുമിച്ചായിരിക്കും ഒരു വീട്ടിൽ താമസിക്കുക, മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷേ ഹസ്ബൻഡും വൈഫിനും ഒരു അറ്റാച്ച്മെൻറ്റ് കാണൂല, പരസ്പരം സ്നേഹിക്കത്തില്ല, പരസ്പരം കണ്ടാൽ ബദ്ധശത്രുക്കളായിരിക്കും. ഒരു മാനസിക സന്തോഷം അവർക്ക് പരസ്പരം ഉണ്ടാവില്ല, സ്നേഹിക്കുന്നില്ല, കെയറിങ് ഇല്ല, ലവിങ് ഇല്ല, ഷെയറിങ് ഇല്ല, ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ ഇല്ല. ഒരു മെഷീനെ പോലെ വർക്ക് ചെയ്യുന്നു, ഒരു മെഷീനെ പോലെ കീ കൊടുത്താൽ ഓടുന്ന ഒരു വസ്തുവായിട്ട് അവർ ജീവിക്കുകയാണ്. അവരൊരു ലിവിങ് തിങ് ആണെന്ന് ഓപ്പോസിറ്റ് പാർട്ട്ണർ അറിയുന്നില്ല. അത് സ്ത്രീയാകാം, അതൊരു പുരുഷനാകാം. അപ്പോൾ ഇതാണ് ഗ്രേ ലൈഫ്. അപ്പോൾ ഇത്രയും വർഷം അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം അവർക്ക് തോന്നും, എനിക്ക് ഈ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന്. ചിലർ പ്രായമാകുമ്പോൾ അത് കാരണം ആത്മഹത്യ ചെയ്യാറുണ്ട്.
പുരുഷനായാലും സ്ത്രീ ആയാലും. ചില ആൾക്കാർ എന്താ ചെയ്യുക, ഓക്കെ ഇനി എനിക്ക് മതിയായി, എവിടെയെങ്കിലും പൊക്കളയാന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വിചാരിക്കുക അല്ല, ധൈര്യപൂർവ്വം ഞാൻ ഡിവോഴ്സിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്നു എന്ന്. ഇപ്പം നമ്മൾ കേട്ടല്ലോ, ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഡിവോഴ്സുകൾ കൂടുതലും ചെയ്യുന്നത് പ്രായമായവരുടെ ഇടയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പം മനസ്സിലായോ? അപ്പോൾ പ്രായമായാലും ജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവർക്ക് പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കണം, അല്ലേ? റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് സ്ത്രീക്കായാലും പുരുഷനായാലും ആ ജീവിതത്തിൽ നിന്ന് മോചനം വേണമെന്ന് തിങ്ക് ചെയ്യുന്നത്. അത് ഇത്ര വർഷം വരെ നമ്മൾ ജീവിച്ചു, അതുകൊണ്ട് പാടില്ല എന്നൊന്നും വിചാരിക്കരുത്. കാര്യം പണ്ടത്തെ കാലത്ത് ഇങ്ങനെ സെപ്പറേഷനൊന്നും ഇല്ലായിരുന്നു. വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോവുകയാണ് പതിവ്. ഞങ്ങളെല്ലാം കേട്ടിട്ടില്ലേ, അവരുടെ അച്ഛൻ പോയി എവിടേക്കോ പോയി പിന്നെ കണ്ടിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല എന്നെല്ലാം ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മ പ്രായമായതിനു ശേഷം ആരുടെയൊക്കെ കൂടെ പോയെന്ന്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ സംഭവിക്കുന്നത് പ്രായമായവർ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ മുഖ്യമായി അവർക്കൊരു സ്ഥാനമില്ല, അവർക്കൊരു അഡ്രസ്സില്ല, അവർക്കൊരു സ്നേഹമില്ല, അവരെ കമ്പാനിയന് ജസ്റ്റ് ഒരു സെർവൻറ്റിൻ്റെ ആവശ്യം മാത്രമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും തന്നെ ധരിക്കും, ഇനി എന്തിനാ ഈ ജീവിതം? തിങ്ക് ചെയ്യുമല്ലേ. എക്സ്പെഷ്യലി 50 വയസ്സ് കഴിയുമ്പോഴാണ് സ്ത്രീയും പുരുഷനും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾക്കുള്ള കമ്പാനിയനെ അവരുടെ ആവശ്യം എന്താണെന്ന് പരസ്പരം മനസ്സിലാക്കുക. എന്താണ് നമുക്ക് വേണ്ടത് ലൈഫിൽ? 50ഉം 60ഉം വയസ്സായ ആൾക്കാർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് വേണ്ടത് സന്തോഷമാണ്, അല്ലേ? അവർക്ക് വേണ്ടത് ഇനി കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കുമ്പോൾ നല്ല ഓർമ്മകൾ കീപ്പ് ചെയ്യാൻ, എവിടെയെങ്കിലും ഒന്ന് യാത്ര ചെയ്യാൻ, ക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ, ഒരു സിനിമയ്ക്ക് പോവാൻ, ഒരു ഡിന്നറിന് പോവാൻ. ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? അതുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും നമ്മളുടെ പാർട്ട്ണറിന് വേണ്ടി സമയം കണ്ടെത്തുക, ആണായാലും പെണ്ണായാലും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ ബൈ ഫോർ നൗ. ബൈ.